വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 17 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ 18th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 1, 4, 7 ആൻഡ് 3, -2, 5 ഈസ്. എന്താണ്? രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെക്റ്റർ ഫോമിലുള്ള ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്, കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വെറും ഇക്വേഷൻ മാത്രം കൊടുക്കുമ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. വെക്റ്റർ ഇക്വേഷൻ പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ വെക്റ്റർ ഫോമിലുള്ള എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇവിടെ ഇത് ഇക്വേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ പോയിന്റ്സ് ഏതാണ്? 1, 4, 7 3, -2, 5 ആണ്. സോ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നതാണ് കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷനാണ് ഇത്. രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? x - x1 divided by x2 - x1 is equal to y - y1 divided by y2 - y1 is equal to z - z1 divided by z2 - z1. ഇതാണ് നമ്മൾ ലൈനിൻ്റെ ഇക്വേഷൻ. രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ, കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ x1 y1 z1 x2 y2 z2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ x - x1 എന്ന് പറഞ്ഞാൽ 1, x - x1, x2 - x1 എന്ന് പറയുമ്പോൾ എന്ത് വരും? x2 - x1 3 - 1 അല്ലേ? x2 - x1 3 - 1 is equal to y - y1. y1 എത്രയാണ്? 4. y1 y - 4. then y2 - y1 എന്ത് വരും? -2 - 4 -2 - 4 is equal to z - z1 എന്താണ്? 7 ആണ്. z - 7 divided by 5 - 7 z2 - z1 അല്ലേ? ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x - 1 divided by 3 - 1 2 is equal to y - 4 divided by -2 - 4 എന്ത് വരും? -2 - 4 വരുമ്പോൾ പ്ലസ് ചെയ്യും, മൈനസ് ആയിട്ട് ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ -2 - 4 -6 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു z - 7 divided by 5 - 7 എന്ത് വരും? 5 - 7 മൈനസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണ്? മൈനസ് ആണ്. മൈനസ് ഇട്ട് കൊടുക്കുക അല്ലേ? -2. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഏതാണ്? x - 1/2 is equal to y - 4/-6 equal to z - 7/-2. നമ്മൾ ഈ ആൻസർ വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത് ഇതിൽ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. വെക്റ്റർ ഇക്വേഷൻ പറഞ്ഞാൽ മാത്രമേ നമ്മൾ വെക്റ്ററിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഉള്ളത് ഇതാണ്, കാർട്ടീഷ്യൻ ഫോമിലുള്ള. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ കോൺവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇഫ് x is divisible by 4 then x is even. കോൺവേഴ്സ് എഴുതാൻ എല്ലാവരും പഠിച്ചിട്ടില്ലേ? കോൺവേഴ്സിൽ എന്താണ്, എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കോൺവേഴ്സിൽ ഈ സ്റ്റേറ്റ്മെന്റിനെ കോൺവേഴ്സിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് x is divisible by 4 then x is even. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഇഫ് q, നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ഇഫ് p then q എന്നുള്ള ഫോമിലാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. ഇതാണ് നമ്മളെ p, ഇത് നമ്മളെ q ആണ്. ഇഫ് p then q എന്നുള്ള ഫോമിലാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ കോൺവേഴ്സ് എഴുതുമ്പോൾ ഇങ്ങനെ വരും. കോൺവേഴ്സ് എഴുതുമ്പോൾ എന്ത് വരും? ഇഫ് q then p ആവും. ഇഫ് p then q എന്നുള്ളത് നമ്മൾ കോൺവേഴ്സ് എഴുതുമ്പോൾ ഇഫ് q then p എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? x is divisible by 4 p യും x is even q ആണ്. അത് നേരെ തിരിച്ചു വരും. ആദ്യം q വരും, പിന്നെ p വരും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? if x is even then x is divisible by 4 എന്ന് എഴുതണം.
അല്ലേ? ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് എന്താ വരിക? ഇഫ് ക്യൂ ദെൻ പി ആണ് വരിക. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എന്ത് വരും? കോൺവേഴ്സ് എഴുതുമ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇഫ് എക്സ് ഈസ് ഈവൻ, എക്സ് ഈസ് ഈവൻ ആണെങ്കിൽ ദെൻ എക്സ് എന്താണ്? 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമ്മൾ ആദ്യ കണ്ടീഷൻ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എക്സ് ഈവൻ ആയിരിക്കും എന്നുള്ള കണ്ടീഷനാണുള്ളത്. അത് നേരെ തിരിച്ച് എഴുതാം. ഇഫ് ക്യൂ ദെൻ പി. അപ്പോൾ ഇഫ് എക്സ് ഈസ് ഈവൻ ദെൻ എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 4. നമ്മളെ ഓപ്ഷൻ ബി ആണ് എന്ത്? റൈറ്റ് ആൻസർ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിഗ്രി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 6 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഹോൾ റേസ് ടു 4 ഈസ് 2, 4, 6, 10. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഗ്രി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ അതിൻ്റെ ഡിഗ്രി കാണുമ്പോൾ എന്താ കൺസിഡർ ചെയ്യുക? അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ് കൺസിഡർ ചെയ്യുക അല്ലെ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് അല്ല, അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഓർഡർ നോക്കും. എന്നിട്ട് ആ ഹയസ്റ്റ് ഓർഡറിൻ്റെ പവർ ആയിരിക്കും എന്ത് വരിക? ഡിഗ്രി വരിക. ആദ്യം നമ്മൾ അതിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാ നോക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി കാണാൻ പറയുമ്പോൾ ഡെറിവേറ്റീവ്സ് അതിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാ നോക്കും. ഇവിടെ ഇപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 2 ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സും ഉണ്ട്. അപ്പോൾ 2 ഡെറിവേറ്റീവ്സ് ഉള്ളതിൽ ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും ആണ് അല്ലേ? ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഓർഡറും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഗ്രി എന്ന് പറയുക. ദ ഡിഗ്രി ഈസ് ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇതാണ്. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? എൻ്റെ പവർ 2 ആണ്. സോ നമ്മുടെ ഡിഗ്രി എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 20th വരെ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്കതിൽ നോക്കി എടുത്ത് എഴുതാം. ഇനി അങ്ങോട്ടുള്ളത് മാച്ച് ദ ഫോളോയിങ്, അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫോൾസ് അങ്ങനെയൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 മാർക്ക് തന്നെ ആയിരിക്കും. പക്ഷേ മാച്ച് ദ ഫോളോയിങ്, ഫിൽ ദ ബ്ലാങ്ക്സ് അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ പാർട്ടായിട്ടായിരിക്കും വരിക. അപ്പോൾ 21st ക്വസ്റ്റ്യൻ എന്താണ്? 2 മാർക്കിനാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. മാച്ച് ദ കോളം 1 സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ ഓഫ് കോളം 2. കോളം 1 സ്റ്റേറ്റ്മെന്റിന് മാച്ച് ആക്കിയിട്ട് കോളം 2 നോക്കണം. ആൻസേഴ്സ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഇതെന്താണ്? കോഫാക്ടർ ഓഫ് ദ ഇലമെന്റ് -2 ഇൻ ദ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിലെ -2 എന്ന് പറയുന്ന എലമെന്റിന്റെ കോഫാക്ടർ കാണാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കണ്ടീഷൻ. അതിൻ്റെ ഓപ്ഷൻ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. കോഫാക്ടർ ഓഫ് ദ ഇലമെന്റ് -2 ഇൻ ദ മെട്രിക്സ്. ഇതിൽ -2 വരുന്നത് ഇതല്ലേ? ഇതിൻ്റെ കോഫാക്ടർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ ഈക്വൽ മെട്രിക്സ് -4, 5, 2, 3 ദെൻ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ. ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ അഡ്ജോയിന്റ് എ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിറ്റർമിനന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മളെ മെട്രിക്സ് 1, -1, 3, 6, 2, 5, -2, 4, 1, 3. അതിൽ -2 എന്നുള്ള ഇലമെന്റ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഇലമെന്റ് എവിടെയാണ് നിൽക്കുന്നത്? സെക്കൻഡ് റോയും തേർഡ് കോളമാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മളെ ഇലമെന്റ് എന്തായിരിക്കും വരിക? കോഫാക്ടറിൻ്റെ 2, 3 എന്നാണ് വരിക. അതായത് സെക്കൻഡ് റോയില് തേർഡ് കോളത്തിലുള്ള എലമെന്റ്. അപ്പോൾ കോഫാക്ടർ ഓഫ് AIJ, അതായത് ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഒരു എലമെന്റിന്റെ കോഫാക്ടർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? -1 raised to I plus j into MIJ എന്ന് പറഞ്ഞാൽ എൻ്റെ മൈനർ അല്ലേ? ആ ഇലമെന്റിന്റെ മൈനർ MIJ കണ്ടാൽ മതി. അപ്പോൾ കോഫാക്ടർ ഓഫ് നമ്മളെ ഇലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? -2 ആണ്. -2 വരുന്നത് സെക്കൻഡ് റോയിലെ
തേർഡ് കോളത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? C23 എന്ന് എഴുതും. C23 ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ I എന്ന് പറയുന്നത് റോനെ ഡിനോട്ട് ചെയ്യുന്ന ഇതാണ്, J കോളത്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് I, 3 എന്ന് പറയുന്നത് J. സോ -1 റേസ് ടു I പ്ലസ് J എന്ത് വരും? 2 + 3 എന്ന് വരും. സോ -1 റേസ് ടു 2 + 3 മൈനർ ഓഫ് 2, 3. ഈ -2ൻ്റെ മൈനർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ -1 റേസ് ടു 2 + 3 എന്ത് വരും? 5 എന്ന് വരും. -1 റേസ് ടു 5 എന്താണ്? 5 ഓഡ് നമ്പർ ആണ്. സോ -1 റേസ് ടു 5 വരും എന്ത് വരും? -1 തന്നെ വരും അല്ലേ? ദെൻ മൈനർ ഓഫ് 2, 3 എന്ത് കിട്ടും? നമ്മൾ സെക്കൻഡ് റോയും തേർഡ് കോളും ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ എലമെൻസിനും എടുക്കുക. അതായത് മൈനർ കാണാൻ ഈ കോളും ഈ റോയും ഒഴിവാക്കിയിട്ട് ബാക്കി 1, 3, 4, 1 ഈ 4 എലമെൻറ്റ്സ് എടുക്കുക. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. അതാണ് ഈ -2 എന്നുള്ള ഇലമെൻറ്റിൻ്റെ മൈനർ എന്ന് പറയുന്നത്. മൈനർ ഓഫ് -2 എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ഈ റോയും ഈ കോളം ഒഴിവാക്കിയിട്ട് ബാക്കി 4 എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. അപ്പോൾ എന്താ കിട്ടുക? -1 × 1 -1 -4 × 3 4 × 3 എത്രയാണ്? 12 എന്ന് കിട്ടും അല്ലേ? -1 -12 എന്ന് കിട്ടും. -1 -12 -13 എന്ന് കിട്ടും. -1 -12 ആഡ് ചെയ്യുക, എന്നിട്ട് മൈനസ് അതിനായിട്ട് കൊടുക്കുക. അപ്പോൾ -13 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് C23 എന്താ കിട്ടിയിട്ടുള്ളത്? -1 റേസ് ടു 5 ഇൻറ്റു ഇത് മൈനർ ഓഫ് 23 ആണ് ചെയ്തിട്ടുള്ളത്. മൈനർ ഓഫ് 23 എത്രയാണ്? മൈനർ ഓഫ് -2 എത്ര കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ -13 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ -13 -1 റേസ് ടു 5 ഞാൻ പറഞ്ഞു. -1 റേസ് ടു 5 എന്തായിരിക്കും? -1 തന്നെയായിരിക്കും അല്ലേ? -1 ഇൻറ്റു -13 എന്ത് കിട്ടും? മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? പ്ലസ് വരും. അപ്പോൾ 13 എന്ന് കിട്ടും. നമ്മൾ ആൻസർ എത്രയാണ്? C23 എന്ന് പറയുന്നത് എത്രയാണ്? കോഫാക്ടർ ഓഫ് -2 എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ് ആൻസർ. ഓക്കെ, എ ഏതായിട്ടാണ് മാച്ച് വരുന്നത്? PU ആയിട്ട് തന്നെ. ഓക്കെ, ദെൻ ഇത് മനസ്സിലായില്ലേ? കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ളത് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ ഈ ജനറൽ ഇക്വേഷൻ കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1 റേസ് ടു I + J ദെൻ മൈനർ ഓഫ് IJ കാണാം. അപ്പോൾ നമ്മൾക്ക് ഏത് ഇലമെൻറ്റിൻ്റെ കോഫാക്ടർ ആണോ വേണ്ടത് ആ ഇലമെൻറ്റിൻ്റെ റോയും കോളും നമുക്കറിയാലോ. അപ്പോൾ ആ ഇലമെൻറ്റിൻ്റെ പൊസിഷൻ കിട്ടും. ദെൻ -1 റേസ് ടു 2 + 3 മൈനർ ഓഫ് 23 ചെയ്യാം. മൈനർ ഓഫ് -2 കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ റോയും ആ എലമെൻറ്റ് നിൽക്കുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കി 4 എലമെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൈനർ കിട്ടും. ദെൻ ഈ -1നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഫാക്ടർ കിട്ടും. കോഫാക്ടർ ഓഫ് -2 കിട്ടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? A മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അഡ്ജോയിൻറ്റ് കണ്ടിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഡ്ജോയിൻറ്റ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക? ഇതാണ് നമ്മളെ മെട്രിക്സ്. ഓക്കെ, ഇതൊരു 2x2 മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണാൻ സിമ്പിളാണ്. എന്താണ് അഡ്ജോയിൻറ്റ് ഓഫ് A? എന്ത് വരും? ഈ ഡയഗണൽ മെയിൻ ഡയഗണൽ ഉണ്ടല്ലോ, ഇതിൻ്റെ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് ഇവിടെ കിടക്കുന്ന -3 നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. -3 ഇവിടെ വരും. ഈ ഇവിടെയുള്ള -4നെ ഇവിടേക്ക് എഴുതാം. ദെൻ ബാക്കി 2 എലമെൻറ്റ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. സൈൻ ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ മെയിൻ ഡയഗണലിൻ്റെ എലമെൻറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. ദെൻ ഇതിൽ രണ്ടും എന്താണ്? പ്ലസ് ആയിട്ടാണ് രണ്ടിൻ്റെ സൈൻ കിടക്കുന്നത്. അത് രണ്ടും എന്തുവാക്കുക? മൈനസ് ആക്കാം. പ്ലസ് ആയി കിടക്കുന്നതിനൊക്കെ മൈനസ് ആക്കാം, മൈനസ് ആയി കിടക്കുന്നതിനൊക്കെ പ്ലസ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാം. ഇത് 2x2 മെട്രിക്സിൽ മാത്രമേ കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അഡ്ജോയിൻറ്റ് ഓഫ് A കാണാൻ വേണ്ടിയിട്ട് മെയിൻ ഡയഗണലിലുള്ള എലമെൻറ്റ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യാം, മറ്റേതിന് രണ്ടിൻ്റെയും സൈൻ മാറ്റി കൊടുക്കാം. അപ്പോൾ അഡ്ജോയിൻറ്റ് ഓഫ് A കിട്ടി. ദെൻ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഈ അഡ്ജോയിൻറ്റ് ഓഫ് Aൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഡിറ്റർമിനൻറ്റ് കാണാൻ അറിയില്ലേ? -3 -5 -2 -4 എന്ത് വരും? -3 × 4 -3 × -4
മൈനസ് ദെൻ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ -2 ഇവിടെ മൈനസ് ഉണ്ട്, -2 ഇൻറ്റു -5 -2 ഇൻറ്റു -5 എന്ത് കിട്ടും? -3 ഇൻറ്റു -4 എന്ത് വരും? 12 വരും അല്ലേ? മൈനസ് മൈനസ് പ്ലസ് ആവും, അപ്പോൾ 12 എന്ന് കിട്ടും. 12 -2 ഇൻറ്റു -5 എത്രയാണ്? 10. 12 - 10 എന്ന് കിട്ടും. 12 - 10 എത്രയാണ്? 2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഇതിൻ്റെ ആൻസർ പിയും. കോഫാക്ടർ ഓഫ് എലമെൻറ്റ് -2 എന്ന് പറയുന്നത് 13 ആണ്. അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് തന്നിട്ടുണ്ട് A, അതിൻ്റെ അഡ്ജോയിൻ്റ് ഓഫ് എൻ്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ ആൻസേഴ്സ് വരുന്നത് A എന്തായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? P, B, S ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്താ പറയുന്നത്? അതിലുണ്ട് 2 പാർട്ട്, എയും ബിയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് y is equal to square root of sin cube x, then dy by dx is dash. y തന്നിട്ടുണ്ട്, അതിൻ്റെ y എന്താ തന്നിട്ടുള്ളത്? സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. അത് കഴിഞ്ഞിട്ട് ദ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഡാഷ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഓർഡറും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സ് ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഡാഷ്. ആദ്യം ഇത് സെയിം ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ, ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ടെക്സ്റ്റ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതിയാൽ മതി. ഫസ്റ്റ് എന്ത് ചെയ്യാം? y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സ്, ദെൻ ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് എഴുതുമ്പോൾ എന്ത് വരും? 1/2. ഇതിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? സൈൻ ക്യൂബ് എക്സ് സ്ക്വയർ റൂട്ടിനെ എന്താക്കിയിട്ട് എഴുതാം? 1/2 എന്നാക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? എക്സ് റേസ് ടു എൻ. ദെൻ നമ്മളിതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് ഇതിനെ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമിലാക്കി എഴുതുമ്പോൾ എന്ത് കിട്ടും? നമ്മൾ പറഞ്ഞു എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 അല്ലേ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സിനെ എങ്ങനെയാക്കിയിട്ട് എഴുതി? സൈൻ ക്യൂബ് എക്സ് ഹോൾ റേസ് ടു 1/2 ആക്കിയിട്ട് എഴുതി. ദെൻ ഇത് ചെയ്യാൻ സുഖമാണ്, ഇതിന് നമ്മൾ എക്സ് ആക്കിയിട്ട് എഴുതും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 1/2 എന്ന് കിട്ടി. എക്സ് റേസ് ടു 1/2 എന്താണ്? 1/2 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇവിടെ എൻ എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 മൈനസ് 1 എന്ത് കിട്ടും? -1/2 എന്നല്ലേ കിട്ടുക? 1/2 മൈനസ് 1, 1 1/2 പോയാൽ -1/2 തന്നെ കിട്ടും. ദെൻ 1ൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. സോ -1/2 അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1/2 ഇൻറ്റു സൈൻ ക്യൂബ് എക്സ് ഹോൾ റേസ് ടു -1/2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ക്യൂബ് എക്സ്. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു സൈൻ ക്യൂബ് എക്സ് റേസ് ടു -1/2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ക്യൂബ് എക്സ്. ദെൻ ഇനി എന്ത് ചെയ്യാം? ഇതിൻ്റെ സൈൻ ക്യൂബ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാം. സൈൻ ക്യൂബ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ സൈൻ ക്യൂബ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 3 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, സൈൻ ക്യൂബ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. ദെൻ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാം 3 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? കോസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. ഇതിനെ സൈൻ ക്യൂബ് എക്സ് ഹോൾ റേസ് ടു -1/2 നമുക്ക് എന്താക്കിയിട്ട് എഴുതാം? 1 സൈൻ ക്യൂബ് എക്സ് ഹോൾ റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? ഇവിടെ -1/2 ആണുള്ളത്. അതിനെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് ആക്കുമ്പോൾ എന്ത് കിട്ടും? 1 സൈൻ ക്യൂബ് എക്സ് ഹോൾ റേസ് ടു 1/2 എന്ന് കിട്ടും. ദെൻ ഈ 1/2നെ എന്താക്കി നമുക്ക് മാറ്റാം? സ്ക്വയർ റൂട്ട് ആക്കിയിട്ട് എഴുതാം. അതായത് 1 സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സ് ആക്കിയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് ഇത്.
1/2 sin cube x whole raised to minus 1/2 എഴുതിയിട്ടുള്ളതാണ്. എന്ത് 1/2, ഇവിടെ ഒരു 1/2 ഉണ്ട്. (1/2) into 1 sin cube x whole raised to 1/2. Then 1 അവിടെ തന്നെ 2 into square root of sin cube x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതി. ദെൻ d/dx of sin cube x എന്ത് കിട്ടും? 3 into sin square x into cos x എന്ന് കിട്ടും. 3 into sin x sin square x അങ്ങനെ തന്നെ. ദെൻ sin x ൻ്റെ ഡെറിവേറ്റീവ് cos x. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 3/2 sin x cos x എന്ന് കിട്ടും. ഓക്കെ, (3 into sin square x into cos x by 2 into root of sin cube x എന്ന് കിട്ടും. അതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/2 into square root of sin x cos x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ ക്യൂബ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ dy/dx വരുന്നത്. ദെൻ അടുത്തത് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x dx plus y dy ഈക്വൽ ടു 0. ഇതിൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? x dx ഈക്വൽ ടു മൈനസ് y dy. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്? x dx പ്ലസ് y dy ഈക്വൽ ടു 0 ആണ് അല്ലേ? അപ്പോൾ ഇതിനെന്ത് ചെയ്യുക? ഈക്വലിൻ്റെ ഇപ്പുറത്തോട്ട് എടുക്കുക. അപ്പോൾ x dx ഈക്വൽ ടു മൈനസ് y dy എന്ന് കിട്ടും അല്ലേ? ദെൻ dy/dx നമുക്ക് അതിൻ്റെ ഓർഡർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഒരു ഡെറിവേറ്റീവിൻ്റെ ഫോമിലാക്കിയിട്ട് എഴുതണം. അപ്പോൾ dy ഇവിടെ നിർത്തിയിട്ട് dxനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, മൈനസ് വൈനെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? dy/dx ഈക്വൽ ടു മൈനസ് x/y എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇതിലാകെ കൂടെ ഒറ്റ ഡെറിവേറ്റീവ് ഉള്ള എന്താണ്? dy/dx. സോ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതിൻ്റെ ഓർഡർ 1 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ 3/2 റൂട്ട് സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.